ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ വിവോയുടെ വിവോ E30 5G എന്ന പുതിയൊരു ഫോൺ ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നോർമലി വിവോയുടെ വാല്യൂ ഫോർ മണി ഫോൺസ് ഇറങ്ങുന്നത് കുറവാണ്. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. 28,000 പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സും കുഴപ്പമില്ല, ക്യാമറയും കുഴപ്പമില്ല എന്ന് പറയാം. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ പെർഫോമൻസ് വൈസ് ഗെയിമിംഗ് ഒന്നും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോൺ അല്ല വിവോ V30 എന്ന്. ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കർവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് 179 ഗ്രാം ആണ്. അതുപോലെ ഈ ഒരു ഫോണിൽ IP64 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 5G ഫോണാണ്. 8 5G ലൈൻസ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൽ സിംഗിൾ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. അതുപോലെ 3.5mm ഓഡിയോ ജാക്കും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. അതുപോലെ ഈ ഒരു ഫോണിന്റെ കളർ വേരിയൻസ് വരുന്നത് സിൽക്ക് ബ്ലൂ, വെൽവെറ്റ് റെഡ് എന്ന 2 കളർ വേരിയൻസിലാണ് വരുന്നത്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റോറേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 8GB 120GB 8GB 256GB എന്ന 2 വേരിയൻസിലാണ് വരുന്നത്. അതുപോലെ LPDDR4X റാമാണ് കൊടുത്തിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിൽ വെർച്വൽ റാം എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഫോണിൽ 2 സിമ്മും ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റൂല. ഒരു സിമ്മും ഒരു മെമ്മറി കാർഡ് മാത്രമേ ഇടാൻ പറ്റൂ. ഇനി പ്രോസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസറാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തിട്ടുള്ള ഫണ്ട് ചോയ്സ് ആണ് സോഫ്റ്റ്വെയർ. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഒരു പ്രോസസർ വാല്യൂ ഫോർ മണി അല്ല. ഇതൊരു 20,000 താഴെ ഇറങ്ങുന്ന ഫോൺസിലൊക്കെ കൊടുക്കുന്ന ഒരു പ്രോസസറാണ്. അതായത് ഗെയിമിംഗ് പ്രതീക്ഷിച്ച് ആരും ഈ ഒരു ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. എടുക്കാത്തതാണ് നല്ലത്. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറ കൊടുത്തിട്ടുണ്ട്. 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാവൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ 50 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ല. ഡിസ്പ്ലേയും ക്യാമറയും പ്രിഫർ ചെയ്യുന്നവർക്ക് ഈ ഒരു ഫോൺ എടുക്കാവുന്നതാണ്. പക്ഷേ പെർഫോമൻസ് വൈസ് ഈ ഒരു ഫോൺ നോക്കാത്തതാണ് നല്ലത്. ഗെയിമിങ്ങിനൊന്നും ഈ ഒരു ഫോൺ പറ്റൂല. ഹെവി ഗെയിം പെർഫോമൻസ് ഒന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കണ്ട. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 44 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടായിട്ടാണ് വരുന്നത്. ബാറ്ററി അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ബാറ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് 8GB 120GB പ്രൈസ് വരുന്നത് 27,999 ആണ്. അതുപോലെ 8GB 256GB പ്രൈസ് വരുന്നത് 29,999 ആണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ വാല്യൂ ഫോർ മണി അല്ല. പിന്നെ ഈ ഒരു ഫോൺ ആർക്കൊക്കെ എടുക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് എടുക്കാം. അതുപോലെ ഇപ്പൊ ഗെയിമിംഗ് ഒന്നും പ്രിഫർ ചെയ്യാത്ത, അധികം ഫോൺ യൂസ് ചെയ്യാത്ത അവർക്കൊക്കെ എടുക്കാം. ക്യാമറയ്ക്കും അതുപോലെ ഡിസ്പ്ലേക്കും പ്രിഫറൻസ് കൊടുക്കുന്ന അവർക്ക് ഈ ഒരു ഫോൺ എടുക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം ഈ ഒരു ഫോൺ വാല്യൂ ഫോർ മണി അല്ല. യൂഷ്വലി വിവോയുടെ എല്ലാ ഫോൺസും വാല്യൂ ഫോർ മണി അല്ല. ആകെ T സീരീസ് മാത്രമാണ് കുറച്ചെങ്കിലും വാല്യൂ ഫോർ മണി ആയിട്ട് ഇപ്പൊ ഓൺലൈൻ മാർക്കറ്റിലേക്ക് വരുന്നത്. ബാക്കി ഓഫ്ലൈൻ മാർക്കറ്റിലാണെങ്കിൽ എല്ലാ ഫോണും കണക്ക് തന്നെയാണ്. അതായത് 20,000 രൂപ പ്രൈസ് ഇട്ട് 10,000ന്റെ പ്രോസസറാണ് മിക്ക ഫോൺസിലും വെക്കുന്നത്. ഫീച്ചേഴ്സ് ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ പിന്നെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് പറയാം. ഇതിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല, കുഴപ്പമില്ല. ഒരു 30,000 പ്രൈസ് റേഞ്ച് അല്ലേ എന്ന് വിചാരിക്കാം. അതുപോലെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടില്ല, സിംഗിൾ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതുപോലെ പ്രോസസർ ആണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 ആണ്. അതായത് ഒരു 15, 16 ആ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്ന പ്രോസസർ. ഗെയിമിംഗ് പെർഫോമൻസ് ഒന്നും പ്രിഫർ ചെയ്യാത്തവർക്ക് ഈ ഒരു ഫോൺ എടുക്കാം. പിന്നെ ഇതിനേക്കാൾ കുറച്ചുകൂടി ഭേദം വിവോ V30 ആണ്. നിങ്ങൾ വിവോയുടെ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നോർമൽ യൂസിനാണെങ്കിൽ എടുക്കാം. പക്ഷെ അത്ര ബെറ്റർ പെർഫോമൻസ് ഒന്നും കിട്ടൂല. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം ഈ ഒരു ഫോൺ. പേഴ്സണലി ഞാനിത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ നോർമൽ യൂസ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു ഫോൺ എടുക്കാം. കാര്യം വിവോ മിക്ക ഓഫ്ലൈൻ സ്റ്റോറിലും ഇതുപോലെയാണ് ഫോൺ ഇറക്കുന്നത്, വാല്യൂ ഫോർ മണി അല്ല. ഈ ഒരു ഫോണിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്. ഡിസ്പ്ലേ ക്യാമറ പോസിറ്റീവ് ആണ്.
ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ കൂടുതൽ നെഗറ്റീവ് ആണ്. പിന്നെ താല്പര്യമുള്ളവർക്ക് ഈ ഫോൺ എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക.